ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഉള്ള ഒരു സ്നാക്കാണിത്. നല്ലൊരു ചൂട് കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സ്നാക്കിൻ്റെ പേരാണ് കാരപ്പൊടി അമ്മണി കൊഴുക്കട്ട. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കണ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി ചിരകിയ തേങ്ങ വേണം. ഇതിന്ന് 1 പിടി തേങ്ങ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് ഒരു 3 ചെറിയുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കണത്. നല്ല പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടിയിട്ട് ഇതുപോലെ അരഞ്ഞു കിട്ടിയാൽ മതി. ഇനി അടുത്തതായിട്ട് ഗൺ പൗഡർ വേണം. ഈ ഗൺ പൗഡർ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കയറി കാണാൻ മറക്കരുത് കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി എടുത്തത് ആ പാത്രത്തിൽ 1 പാത്രം വെള്ളം അളന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. ഇത് ഓരോരുത്തരും എടുക്കണ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഞാനിവിടെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. ആ വെള്ളം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി തിളപ്പിച്ചിട്ടെടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം ഇവിടെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് വാട്ടിയെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ അരിപ്പൊടി വാട്ടില്ലേ, അതുപോലൊക്കെ തന്നെ അരിപ്പൊടി ഇടണോടുകൂടി തന്നെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഈ ചട്ടകം വെച്ചിട്ട് തന്നെ ഇത് മാക്സിമം കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ ചൂടോടുകൂടി തന്നെ ഇത് നല്ല മിക്സ് ആക്കി എടുത്തിട്ടില്ലെങ്കിൽ അരിപ്പൊടി അവിടെയും ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. പിന്നീട് നമ്മൾ എത്ര കുഴച്ചെടുത്താലും അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് ഈ ചൂടിൽ തന്നെ മാക്സിമം മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് എടുക്കണ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. മാവ് കുറച്ച് ലൂസായാലോ അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയാലോ ആ ഉരുട്ടുമ്പോൾ നമുക്കത് അത്ര പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്ക് കറക്റ്റ് ആയിരുന്നു. നന്നായി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് കുറച്ചൊന്ന് ആറിയിട്ട് കൈക്ക് പൊറുക്കണ ആ ഒരു ചൂടാവുമ്പോൾ നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം മാവ്. ഇതാ കണ്ടോ, മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. മാവ് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ അതൊരു ഷേപ്പിൽ കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളിത് ആവിയിൽ വെച്ച് പുഴുങ്ങുമ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പോവും. ഇപ്പം മാവ് ഇവിടെ നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അതുകൊണ്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരേനൊക്കെ കൂട്ടിയിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും. നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കാൻ പോണത്. അതുകൊണ്ട് ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയൊക്കെ തടവിയിട്ട് നമുക്ക് അതിലേക്ക് ഈ റൈസ് ബോൾസ് ഇങ്ങനെ ഉരുട്ടി വെക്കാം. ആവി കയറ്റിയെടുക്കുമ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ തേക്കണത്. ഇപ്പം ആ മാവ് മുഴുവൻ ഉരുട്ടി ബോളാക്കിയിട്ട് ഇഡ്ഡലി തട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഉരുട്ടിയെടുത്തതിൻ്റെ പിന്നിൽ എൻ്റെ റോസുട്ടർ 2 കുഞ്ഞു കൈയും കൂടെ ഉണ്ട് കേട്ടോ. അവൾ സഹായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് കഴിഞ്ഞു, ഇല്ലെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കണ പണിയാണ്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. മാവ് ഉരുട്ടിയെടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. താളിക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം തന്നെ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂണ് ഉഴുന്നുപരിപ്പ്, 4-5 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കിയതും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുകും കുറച്ച് നെയ്യും കൂടെ വേണം. ഈ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാൻ ഇന്നിവിടെ നെയ്യാണ് എടുക്കണത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ കൊഴുക്കട്ട അവിടെ ആവിയൊക്കെ കയറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് വറുത്തിടാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞ് ഒട്ടിപ്പോവും. അതുകൊണ്ട് നമുക്കിത് കുറച്ച് സമയം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ നന്നായി ചൂടാറിയിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം.
കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഉള്ളി നന്നായി മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂത്ത് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്നും ഇങ്ങനെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനൊരു നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ കടലപ്പരിപ്പിൻ്റെ ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ ഒരു കളറ് മാറണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ ഞാൻ നല്ലോണം കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നനവ് തട്ടിയതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കുമെന്ന് മൂത്ത് കിട്ടാൻ. ഇപ്പം എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ അരക്കണയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർക്കാം. തേങ്ങയും കൂടി എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗൺ പൗഡർ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടാറിയിട്ടുള്ള ആ കൊഴുക്കട്ട ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുത്താൽ നമ്മളുടെ കാരപ്പൊടി അമ്മിണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇടാം. എൻ്റെ അടുത്തൊന്നും മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ചേർക്കാത്തത്. ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ സാധാരണ കഴിക്കണേന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.